വട്ടിയൂർക്കാവിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വി.കെ. പ്രശാന്ത് CPIM ടിക്കറ്റിൽ നിന്ന് ജയിച്ചത്. രണ്ടാമതായി അവിടെ എത്തിയത് BJPയുടെ VV രാജേഷ് ആയിരുന്നു. അദ്ദേഹത്തിനെയാണ് 21,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് അതിദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോയി. കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിച്ചത് വീണ S. നായരായിരുന്നു. എന്നാൽ കെ. മുരളീധരന് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. 2011 16,600-ലധികം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ കെ. മുരളീധരൻ അന്ന് ഇടതു സ്വതന്ത്രനായ ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തിയ മണ്ഡലത്തിൽ 2016 ശക്തമായ ഇടതു തരംഗം ആഞ്ഞടിച്ചിട്ടും അദ്ദേഹം കുമ്മനം രാജശേഖരനെ 7,600-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മണ്ഡലം നിലനിർത്തി. കുമ്മനം രാജശേഖരന് വേണ്ടി വലിയ രീതിയിൽ പ്രചരണം ദേശീയ തലത്തിൽ തന്നെ ഉള്ള നേതാക്കൾ വന്ന് പ്രചരണം നടത്തിയിട്ടും സംസ്ഥാന അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിലുള്ള ലീഡ് നില വരെ കോൺഗ്രസ് നേതാക്കളെ അമ്പരപ്പിച്ചു. അപ്പോഴും കെ. മുരളീധരന് തൻ്റെ ജനങ്ങളോടുള്ള വിശ്വാസ്യത ഒട്ടുമേ കുറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടപ്പോൾ തന്നെ വ്യക്തമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ച സമയത്ത്, അതായത് 2016 അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു പോയിൻ്റുണ്ട്. അതായത് എൻ്റെ നാട്ടുകാർ ഒരു സുനാമി അടിക്കുന്ന രീതിയിൽ UDF തകർന്നടിഞ്ഞിട്ടും തന്നെ ജയിപ്പിച്ചതിൽ വലിയ രീതിയിലുള്ള ആത്മബന്ധം ആ മണ്ഡലത്തിൽ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കെ. മുരളീധരൻ്റെ തിരിച്ചുവരവ് ഇടതുപക്ഷത്തിന് വലിയ ആഘാതമുണ്ടാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ വി.കെ. പ്രശാന്ത് ഒരിക്കൽ കൂടി, ഒരു തവണ കൂടി മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അറിയാം കെ. മുരളീധരനോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം എന്തും സംഭവിക്കാം, ഏത് രീതിയിലും വോട്ടിംഗ് പാറ്റേൺ മാറാം. കെ. മുരളീധരന് വലിയ രീതിയിൽ ഹൈപ്പുള്ള നിയോജക മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. കാരണം അത്രയേറെ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു നേതാവ്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലത്ത് വെച്ച് വടകരയിലേക്ക് അദ്ദേഹം പോയി. അവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന CPIMൻ്റെ P. ജയരാജനെ 85,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോഴും വട്ടിയൂർക്കാവ് എന്ന മണ്ഡലം അത് 3-ാം സ്ഥാനത്ത് CPIMൻ്റെ വോട്ട് നില ഉണ്ടായിരുന്ന സ്ഥലത്ത് അന്നത്തെ മേയർ ബ്രോ എന്ന് മാധ്യമങ്ങൾ അടക്കം വിളിച്ചിരുന്ന, മാധ്യമങ്ങൾ വലിയ ഹൈപ്പ് കൊടുത്തിരുന്ന വി.കെ. പ്രശാന്ത് 14,500-ലധികം വോട്ടുകൾക്ക് UDFൻ്റെ മോഹൻകുമാറിനെ പരാജയപ്പെടുത്തുമ്പോൾ കെ. മുരളീധരൻ അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ജനങ്ങളുമായി താഴെത്തട്ടിൽ തൻ്റെ ബന്ധം, തൻ്റെ പ്രവർത്തനമാണ് തന്നെ വിജയിപ്പിച്ചത്, അല്ലാതെ കോൺഗ്രസിൻ്റെ ആധിപത്യം എക്കാലത്തും ഉള്ള മണ്ഡലമെന്ന് അവകാശപ്പെടാൻ വട്ടിയൂർക്കാവിന് കഴിയില്ല. എപ്പോഴും ഒരു സ്വിംഗ് സീറ്റാണ് വട്ടിയൂർക്കാവ് എന്നുള്ളത് അന്നാണ് കെ. മുരളീധരൻ്റെ ആ വാക്കുകൾക്ക് വലിയ പ്രസക്തിയേകിയത്. എന്നാൽ വീണ്ടും കെ. മുരളീധരനെ തന്നെ ഇറക്കാൻ വേണ്ടിയുള്ള ഫ്ലക്സ് ബോർഡുകൾ തലങ്ങും വിലങ്ങും ഉണ്ടാവുകയാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 22 വാർഡുകൾ ചേരുന്നതാണ് വട്ടിയൂർക്കാവ്. ഈ 22 വാർഡുകളിൽ പോലും കോൺഗ്രസിന് ദയനീയമായി പ്രകടനം നടത്തേണ്ടി വരുന്ന സാഹചര്യം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അദ്ദേഹം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പ്രചരണത്തിലിറങ്ങി അവിടുത്തെ വാർഡുകളിൽ ലീഡ് നേടി പരമാവധി കൗൺസിലേഴ്സിനെ സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടി തുടങ്ങിയിരിക്കുകയാണ്.